നമസ്കാരം. ശൂർപ്പണഖ വളരെ വലിയ സങ്കല്പവും സ്വപ്നവുമായിട്ടൊക്കെയാണ് ശ്രീരാമനെ കണ്ടതിന് ശേഷം പഞ്ചവടിയിൽ നിന്ന് ശൂർപ്പണയുടെ വാസസ്ഥലത്തേക്ക് പോയത്. ഓരോ സമയവും ശൂർപ്പണയുടെ മനസ്സിൽ ശ്രീരാമനെ ഏത് വിധത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകുവാനും തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ ആ വിധം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണാധികാരിയാക്കി മാറ്റും എന്നൊക്കെയുള്ള ശൂർപ്പണഖയുടെ സ്വപ്നം ശൂർപ്പണഖ മനസ്സിൽ കുറിക്കുകയും അത് പിറ്റേ ദിവസം ശ്രീരാമനെ കണ്ട് പറയണം എന്ന് കരുതുകയാണ് യാത്ര തിരിച്ചത്. ശ്രീരാമൻ്റെ മുഖലാവണ്യവും ശരീര സൗന്ദര്യവും ഒക്കെ ശൂർപ്പണഖയുടെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല. ശൂർപ്പണഖ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്, മറ്റൊന്നും ചിന്തിക്കാതെ സദാസമയം ശ്രീരാമനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ശൂർപ്പണഖ തൻ്റെ വാസസ്ഥലമായ കുന്നിൻ്റെ മുകളിലേക്ക് പോയി. ശൂർപ്പണഖയ്ക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈ മാരതാപം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. സ്ത്രീകൾക്ക് അവർക്ക് പ്രിയപ്പെട്ട പുരുഷന്മാരെ ഓർത്തുള്ള ഒരു ആഗ്രഹവും മോഹവും ഒക്കെ കൂടി വന്നുള്ള ഒരു പ്രശ്നസങ്കീർണമായ ഒരു അവസ്ഥ. അതിൻ്റെ മൂർധന്യത്തിലെത്തി ശൂർപ്പണഖ. രാത്രി അവർക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അവർ പുറത്തിങ്ങനെ ആകാശത്ത് ചന്ദ്രൻ നോക്കി കുറേ സമയം കിടന്നു. എന്നിട്ട് എണീറ്റു, വീണ്ടും നടന്നു, വീണ്ടും നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അസ്വസ്ഥമായിരുന്നു ശൂർപ്പണഖയുടെ ആ രാത്രിയിലെ അവസ്ഥ. ഒന്ന് നേരം വെളുത്ത് കിട്ടിയെങ്കിൽ എനിക്ക് വീണ്ടും ആ പുരുഷനെ കാണാമല്ലോ, ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പുരുഷനെ കാണാമല്ലോ എന്ന ചിന്തയിലായി. ശ്രീരാമനെ ഓർത്തുള്ള സദാസമയമുള്ള ചിന്ത ശൂർപ്പണഖ ഇങ്ങനെ വല്ലാതെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്നു. ശൂർപ്പണഖയ്ക്ക് ശ്രീരാമനുള്ള മോഹം വർദ്ധിച്ച് വർദ്ധിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത നിലയിലുള്ള മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നു. ശൂർപ്പണഖ അതിരാവിലെ തന്നെ ശ്രീരാമനെ കാണുവാനായി ആ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് പർണശാലയെ നോക്കി. അപ്പോൾ ശ്രീരാമനും ഒരു സുന്ദരിയായ സ്ത്രീയുമായി പർണശാലയുടെ മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നു. ഇതാരാ? ഒരു സുന്ദരിയായ സ്ത്രീ ശ്രീരാമനോടൊപ്പം. ഇക്കാര്യം ഇന്നലെ അയാൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ആ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ അതുവരെ ശൂർപ്പണഖ കണ്ടിട്ടില്ലാത്ത, ശൂർപ്പണയുടെ സങ്കല്പത്തിലില്ലാത്ത സൗന്ദര്യ ധാമമാണ് ആ കണ്ട സ്ത്രീ എന്ന് പറയുന്നത്. ശൂർപ്പണയ്ക്ക് കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇത്രയും മനോഹരിയായ ഒരു സ്ത്രീയോ? ഇതാരായിരിക്കും? ശൂർപ്പണഖ ഇങ്ങനെ ചിന്തിക്കണം, ആരായിരിക്കും? ശ്രീരാമൻ്റെ ആരോ അവൻ വഴിയില്ലേ, അല്ലെങ്കിൽ ശ്രീരാമനെ കബളിപ്പിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. ശ്രീരാമൻ സീതാദേവിയുമൊത്ത് അവിടെ ആശ്രമത്തിന് മുൻവശത്ത് ചുറ്റി സഞ്ചരിക്കുന്നതൊക്കെ ശൂർപ്പണഖ ദൂരെ നിന്ന് നോക്കിക്കാണുക. അവർ ചിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ശൂർപ്പണഖ വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് അവിടെ നിന്ന് നോക്കി കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി നടന്ന് പർണശാലയ്ക്കുള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. ശൂർപ്പണഖയ്ക്ക് നിയന്ത്രിക്കാനായില്ല.
അതുവരെ ശ്രീരാമനെക്കുറിച്ച് ധരിച്ചു വച്ചിരുന്ന എല്ലാ സങ്കല്പങ്ങളും തകർന്നു വീണതുപോലെ ശൂർപ്പണയ്ക്ക് അനുഭവപ്പെട്ടു. എങ്കിലും ശൂർപ്പണഖ മനസ്സിൽ കരുതി, അഥവാ ആ സ്ത്രീ ശ്രീരാമൻ്റെ ഭാര്യയാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കാൻ പറയാം, അവർക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ പോരെ. ഞാൻ ത്രയോകനാഥനായ ദശാനന്റെ സഹോദരിയല്ലേ, ഞാൻ വിചാരിച്ചാൽ എന്തും കഴിയുമല്ലോ, ഇല്ലെങ്കിൽ അവളങ്ങ് ഇല്ലായ്മ ചെയ്താൽ പോരെ. ഇങ്ങനെയുള്ള പലവിധ ചിന്തകളാണ് ശൂർപ്പണഖയ്ക്ക് മുന്നിൽ. ഏതാ ആ സ്ത്രീ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ സംശയം കൂടിക്കൊണ്ടേയിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ശൂർപ്പണഖ വീണ്ടും പഞ്ചവടിയിലേക്ക് വരാൻ തീരുമാനിച്ചു. പർണശാല ലക്ഷ്യമാക്കി നടന്നു വരുമ്പോൾ മറ്റൊരാൾ നിൽക്കുന്നു അവിടെ. ശ്രീരാമനെ പോലെ കറുപ്പ് നിറമല്ല, പക്ഷേ ആകാരഭംഗിയിൽ ശ്രീരാമനെ പോലെ തന്നെയാണ്. അയാൾ അവിടെ എന്തോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചിപ്പുറത്തായി സീതാദേവി നിന്ന് പൂ പറിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇവരവിടെയൊക്കെ നോക്കി ശ്രീരാമനെ കാണാനില്ല. അപ്പോൾ ഇവർക്ക് ഒരു സംശയം, ഇതാരാ? നേരത്തെ ശ്രീരാമദേവനോടൊപ്പം അകത്ത് കയറിപ്പോയി, ഇപ്പോൾ പുറത്ത് മറ്റൊരാളുടെ കൂടെ സംസാരിക്കുന്നില്ല. മറ്റൊരാൾ നിൽക്കുന്നതിന് ആ ഭാഗത്ത്, അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നിന്ന് പൂവെറുക്കുന്നു. ഇതാരാണ്? ഈ നിൽക്കുന്ന മനുഷ്യൻ ആരാണ്? ശൂർപ്പണ ഇങ്ങനെ സംശയമായി, ഇതെന്താ എന്താ എന്താ എന്താണ് ഇതിൻ്റെ കാര്യം? പക്ഷെ ആ സ്ത്രീയുടെ സൗന്ദര്യം ശൂർപ്പണയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു സൗന്ദര്യം, ഇങ്ങനെയുണ്ടോ ഒരു സൗന്ദര്യ രൂപം? ശൂർപ്പണഖ ചിന്തിച്ചു. ഏറ്റവും വലിയ സുന്ദരിയായിട്ടുള്ള രൂപം ധരിച്ചാണ് ശൂർപ്പണഖ അവിടെ എത്തിയത്. ആ രൂപത്തെക്കാളും എത്രയോ എത്രയോ മനോഹരമായിരിക്കുന്നു ഈ കാണുന്ന സ്ത്രീ. ശൂർപ്പണഖ കുറച്ച് മാറി നിന്ന് എന്ത് ചെയ്യണം? അവരെ വകവരുത്തുക തന്നെ നല്ലത് എന്ന് രണ്ടും കൽപ്പിച്ച് അവസാനം ശൂർപ്പണഖ ഒരു തീരുമാനമെടുത്തു. ശൂർപ്പണഖ മെല്ലെ മുന്നോട്ട് നീങ്ങി സീതാദേവിയെ കടന്നു പിടിക്കുവാൻ തീരുമാനിച്ചു. കടന്നു പിടിക്കുവാനായി കൈനീട്ടിയ സമയം തന്നെ ലക്ഷ്മണൻ അതിവേഗം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ശൂർപ്പണയുടെ മൂക്കും മാറുമെല്ലാം ഛേദിച്ചു. ഞൊടിയിട കൊണ്ട് കുറെ അകലെ നിന്ന ആളാണ് ലക്ഷ്മണൻ. പക്ഷേ സീതാദേവിയുടെ അടുത്തേക്ക് ഇങ്ങനെ ശൂർപ്പണഖ ചെന്ന് സീതാദേവിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്ന മാത്രമേ തന്നെ നിമിഷവ്യത്യാസമില്ലാതെ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും മാറും ഒക്കെ അരിഞ്ഞു വീഴ്ത്തി. ശൂർപ്പണഖയുടെ ആ പഴയ രൂപം അങ്ങ് പോയല്ലോ. ശൂർപ്പണഖ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി, സാക്ഷാൽ രാക്ഷസിയായി മാറി. വളരെ വിരൂപിയായ ശൂർപ്പണഖയുടെ രൂപം ഇങ്ങനെ കണ്ടു. മൂക്കിൻ്റെ സ്ഥാനത്ത് വളരെ വലിയ ഗുഹ പോലെ ചോര വാർന്നൊഴുകുന്ന ശൂർപ്പണഖ നിലവിളിക്കാൻ തുടങ്ങി.
അപ്പോഴുണ്ട് ശ്രീരാമൻ പുറത്തേക്ക് വന്നു. ശ്രീരാമനെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, നമുക്ക് മനസ്സിലായില്ല, നീ ആരാണ്? അങ്ങക്ക് എന്നെ മനസ്സിലായി, ഇന്നലെ നാം ഇവിടെ വന്നതാണ്. അല്ല, നീ മറ്റൊരാളായിട്ടല്ലേ ഇന്നലെ ഇവിടെ കണ്ടത്? അല്ല, നാം അങ്ങക്ക് ഇഷ്ടപ്പെടുന്ന രൂപം ധരിച്ചാണ് ഇന്നലെ വന്നത്. ഇന്നിപ്പോൾ ഈ ദുഷ്ടൻ എന്നെ ഈ വിധമാക്കി. അത് കഴിഞ്ഞ് ശൂർപ്പണഖയുടെ ഇങ്ങനെ നിലവിളിയാണ്. ശ്രീരാമൻ പറഞ്ഞു, എന്തായാലും വെറുതെ ആയിരിക്കില്ലല്ലോ എൻ്റെ അനുജൻ നിന്നെ ഈ വിധം മൂക്കും മാറുമൊക്കെ ഛേദിച്ച് രൂപപ്പെടുത്തിയത്. അതിന് തക്കതായ കാരണമുണ്ടല്ലോ. ആ കാരണമില്ലാതെ എന്തായാലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ശൂർപ്പണഖ ഉടൻ തന്നെ പറയുക, എൻ്റെ ഈ രൂപം നഷ്ടപ്പെട്ടതും ഈ വിധമായതുമൊക്കെ എനിക്ക് മാറ്റിയെടുക്കാനാവും. പക്ഷേ രാമ, നീ അറിയുക, ഈ നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഒരു രക്ഷസാണ്. നിന്നെ കബളിപ്പിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്നതാണ്. നീ വഞ്ചിതനാകരുത്. വളരെ വളരെ അപകടത്തിലാണ് നീ പെടാൻ പോകുന്നത്. ഈ സ്ത്രീയെ ഒഴിവാക്കി വിടൂ, നമുക്ക് സുഖമായി ജീവിക്കാം, എന്നെ വിവാഹം കഴിക്കൂ. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ നോക്കി നിൽക്കുക. വീണ്ടും ഇവരിതേ വർത്തമാനം തുടരുകയാണ്. എന്നെ വിവാഹം കഴിക്കൂ, എന്നെ വിവാഹം കഴിക്കൂ എന്നിങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഛേദിക്കപ്പെട്ട ശരീരഭാഗമൊക്കെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് സ്വയം പറയുകയും ചെയ്യുന്നുണ്ട്. ദൈത്യവംശജരായതുകൊണ്ട് ഏതു വിധത്തിലും എപ്പോഴും രൂപമാറ്റം സ്വീകരിക്കാൻ കഴിയുന്ന ആളുകളാണ് നാമെന്ന് ശൂർപ്പണഖ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉണ്ടായ വ്യതിയാനം, രൂപത്തിലുണ്ടായ മാറ്റം, അതൊരു പ്രശ്നമായി കാണണ്ട എന്ന് രാമനോട് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ശൂർപ്പണഖ അഭ്യർത്ഥിക്കുകയാണ്. രാമൻ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. നിന്റെ ബന്ധുവാണല്ലോ താടക. താടക വധിച്ചത് എൻ്റെ ഈ ജ്യേഷ്ഠൻ ശ്രീരാമനാണ്. നിന്നെ വധിക്കാൻ നിമിഷം മതി. ഇത് കേട്ടോളം ശൂർപ്പണഖയുടെ മുഖമങ്ങ് മാറി. ഒന്നാമത് വിരൂപിയായിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ രോക്ഷാകുലയായിക്കൊണ്ട് ശൂർപ്പണഖ പറഞ്ഞു, ഞാൻ ഇതിന് പകരം ചോദിക്കും. നിങ്ങൾക്കറിയില്ല എൻ്റെ ജ്യേഷ്ഠന്മാരുടെ കരുത്ത്. എൻ്റെ ജ്യേഷ്ഠൻ രാവണൻ 3 ലോകങ്ങളും അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയാണ്. ഇന്ദ്രനെപ്പോലും തോൽപ്പിച്ച പുത്രന്റെ പിതാവാണ് എൻ്റെ ചേട്ടൻ. എൻ്റെ മറ്റൊരു ജ്യേഷ്ഠൻ കുംഭകർണൻ നിങ്ങളൊക്കെ സങ്കല്പിക്കുന്നതിന് അപ്പുറമായ വീരനും ശൂരനുമാണ്. നിങ്ങൾക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വൈശ്രവണൻ, കുബേരൻ നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് തരും. എൻ്റെ മറ്റൊരു ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ട്, ഖരൻ. ഞാനിപ്പോൾ ഖരനെ കാണും. നിങ്ങളെ മുഴുവൻ നശിപ്പിക്കും. നിങ്ങളെയും നിങ്ങളുടെ കുലത്തെയും നശിപ്പിക്കാൻ നിമിഷങ്ങൾ മതി എൻ്റെ ജ്യേഷ്ഠന്മാർക്ക്. അത് അനുഭവിക്കണമോ അതോ എന്നെ വിവാഹം കഴിക്കണോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നത് എന്നെ വിവാഹം കഴിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും ശ്രീരാമന് നേരെ തിരിഞ്ഞ്. എന്നിട്ട് അവസാനം എന്നെ വിവാഹം കഴിക്കാമോ? ചില കഥാപാത്രങ്ങൾ പലപ്പോഴും
പല വിധത്തിൽ ഇങ്ങനെ രോഷാകുലമായി സംസാരിച്ചിട്ട് അവസാനം ഇങ്ങനെ ചോദിക്കുമല്ലോ വളരെ എളിമയോടുകൂടി. അതുപോലെയാണ് ശൂർപ്പണഖയുടെ അവസ്ഥ. വളരെ രോഷത്തോടു കൂടി ഇങ്ങനെ പ്രതികരിച്ച ശേഷം അവസാനം ചോദിക്കും, എന്നെ വിവാഹം കഴിക്കാമോ? പല ആവർത്തി ഇത് ചോദിച്ചിട്ടും കാര്യം നടക്കില്ല എന്നുറപ്പായപ്പോൾ ശൂർപ്പണഖ, ഞാൻ ഇതിന് പകരം വെക്കും, കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വളരെ രോക്ഷത്തോടുകൂടി അലറി വിളിച്ചുകൊണ്ട് പോയി. അത് നേരെ ചെന്ന് കയറിയത് അതിൻ്റെ ബന്ധുവായ ശൂർപ്പണഖയുടെ മറ്റൊരു ബന്ധുവായ അർത്ഥ സഹോദരൻ ഖരൻ്റെ രാജകൊട്ടാരത്തിലേക്കാണ്. തൻ്റെ സഹോദരി ശൂർപ്പണഖ ഈ വിധം മൂക്കും മാറുമൊക്കെ നഷ്ടപ്പെട്ട് രക്തം വാർന്നൊലിച്ച് നിലവിളിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ ഖരൻ ഇതെന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ശൂർപ്പണഖയുടെ ഈ വിഷമസ്ഥിതിക്ക് കാരണക്കാരായ ആരായാലും അവരെ നാം ഈ നിമിഷം തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഖരൻ യുദ്ധത്തിന് പോകാൻ തയ്യാറായി. അപ്പോൾ ഖരൻ്റെ സൈന്യാധിപന്മാർ പറഞ്ഞു, ഞങ്ങളുള്ളപ്പോൾ അങ്ങെന്തിന് പോകണം, ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈന്യാധിപന്മാർ പഞ്ചവടിയെ ലക്ഷ്യമാക്കി ശൂർപ്പണഖ കാട്ടിക്കൊടുത്ത വഴിയെ ശ്രീരാമനെ നേരിടുവാനായി യുദ്ധത്തിന് എത്തിച്ചേർന്നു.